കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. എന്താണ് PM പ്രണാം സ്കീം? PM പ്രണാം എന്നാൽ മാതൃഭൂമിയുടെ പുനഃസ്ഥാപനം, അവബോധം, പോഷണം, മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയെ സൂചിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാർ 2023-24 ബജറ്റിലാണ് PM പ്രണാം ആദ്യമായി പ്രഖ്യാപിച്ചത്. ഇതര വളങ്ങൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങളെ പ്രേരിപ്പിച്ച് രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. എന്താണ് PM പ്രണാം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? ജൈവവളങ്ങളോട് ചേർന്ന് രാസവളങ്ങളുടെ സമീകൃത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. 2022-23 ഏകദേശം 2.25 ലക്ഷം കോടി രൂപയായിരുന്ന രാസവളങ്ങളുടെ സബ്സിഡി ഭാരം കുറയ്ക്കുക. PM പ്രണാം സ്കീമിന്റെ പ്രധാന സവിശേഷതകൾ: ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്കീമുകൾക്ക് നിലവിലുള്ള വളം സബ്സിഡികൾ ലാഭിക്കുന്നതിലൂടെയാണ് പദ്ധതിക്ക് ധനസഹായം നൽകുന്നത്. PM പ്രണാം പദ്ധതിക്ക് പ്രത്യേക ബജറ്റ് ഉണ്ടാകില്ല. PM പ്രണാം പദ്ധതിയുടെ സബ്സിഡി സേവിങ്ങുകളും ഗ്രാന്റുകളും. സബ്സിഡി സമ്പാദ്യത്തിന്റെ 50% കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റായി നൽകും. ഗ്രാന്റിന്റെ 70% വിവിധ തലങ്ങളിലുള്ള ബദൽ വളങ്ങളും ഉൽപാദന യൂണിറ്റുകളും സാങ്കേതികമായി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആസ്തികൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കാം. ശേഷിക്കുന്ന 30% കർഷകർ, പഞ്ചായത്തുകൾ, വളം കുറയ്ക്കൽ, ബോധവൽക്കരണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് പങ്കാളികൾക്ക് പ്രതിഫലം നൽകാനും പ്രോത്സാഹിപ്പിക്കാനും ഉപയോഗിക്കാം. വളം കുറയ്ക്കുന്നതിന്റെ കണക്കുകൂട്ടൽ. ഒരു സംസ്ഥാനം യൂറിയ ഉപഭോഗം കുറയ്ക്കുന്നത് കഴിഞ്ഞ 3 വർഷങ്ങളിലെ യൂറിയയുടെ ശരാശരി ഉപഭോഗവുമായി താരതമ്യം ചെയ്ത് ഈ കണക്കുകൂട്ടൽ സബ്സിഡി സേവിങ്ങുകൾക്കും ഗ്രാന്റുകൾക്കുമുള്ള യോഗ്യത നിർണ്ണയിക്കും. സുസ്ഥിര കൃഷിയുടെ പ്രോത്സാഹനം. ജൈവവളങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് സുസ്ഥിര കാർഷിക രീതികളെ പ്രോത്സാഹിപ്പിക്കും. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠിത വർദ്ധിപ്പിക്കുകയും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുകയും ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമതയെ പിന്തുണയ്ക്കുകയും ചെയ്യും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. ഇന്ന് നമുക്ക് കമ്പോസ്റ്റ് വളങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. വിളയുൽപാദനത്തിന് വളരെ അനുയോജ്യമായ ഒരു ജൈവ വളമാണ് കമ്പോസ്റ്റ്. സസ്യജന്തുജന്യമായ ചീഞ്ഞഴുകുന്നതെന്തും കമ്പോസ്റ്റാക്കി മാറ്റാം. കമ്പോസ്റ്റുകൾ പലതരത്തിലുണ്ട്. അടുത്ത കാലത്ത് വളരെ പ്രചാരം നേടിയ ഒന്നാണ് മണ്ണിര കമ്പോസ്റ്റ്. മണ്ണിരയെ ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റ് വേഗമേറിയതും ഗുണനിലവാരമുള്ളതും ദുർഗന്ധമില്ലാത്തതുമാണ്. സാധാരണയായി ജൈവാവശിഷ്ടങ്ങൾ അഴുകുമ്പോഴുണ്ടാകുന്ന ഹൈഡ്രജൻ സൾഫൈഡ്, മെർക്കാപ്നസ് എന്നീ സംയുക്തങ്ങളാണ് ദുർഗന്ധം ഉണ്ടാക്കുന്നത്. മണ്ണിരയ്ക്ക് ഈ സംയുക്തങ്ങളെ വിഘടിപ്പിച്ച് ദുർഗന്ധം ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട്. ജൈവ വസ്തുക്കൾ കൊണ്ട് മണ്ണിന്റെ വളക്കൂറ് വർദ്ധിക്കുന്നുണ്ടെങ്കിലും കമ്പോസ്റ്റ് വളങ്ങൾ ആവശ്യമായി വരാറുണ്ട്. കമ്പോസ്റ്റിന്റെ ഗുണമേന്മ അവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെ ആശ്രയിച്ചിരിക്കുന്നു. ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ട നൈട്രജനുമായി നിശ്ചിത അനുപാതം പുലർത്തുന്ന വസ്തുക്കളാണ് കമ്പോസ്റ്റ് വളം ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കേണ്ടത്. പാഴ്വസ്തുക്കൾ കൂട്ടിയിട്ടാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കേണ്ടത്. കൂട്ടിയിടുന്ന വസ്തുക്കളെ കടുത്ത വെയിലിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷിക്കണം. കമ്പോസ്റ്റിന് മേൽക്കൂരയുള്ളത് നല്ലതാണ്. കുഴികൾ ഉണ്ടാക്കിയോ കൂനയുണ്ടാക്കിയോ കമ്പോസ്റ്റ് ഉണ്ടാക്കാം. കമ്പോസ്റ്റ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന പാഴ്വസ്തുക്കൾ ചെറുതായി അരിഞ്ഞ് തമ്മിൽ കലർത്തണം. കഷണങ്ങൾ തീരെ ചെറുതാകരുത്. സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായാണ് പാഴ്വസ്തുക്കൾ കമ്പോസ്റ്റായി മാറുന്നത്. കൂടാതെ അന്തരീക്ഷത്തിലെ ചൂട്, പാഴ്വസ്തുക്കളുടെ സ്വഭാവം, കൂനയിലെ ഈർപ്പത്തിന്റെ നിലവാരം എന്നിവയും കമ്പോസ്റ്റിനെ സ്വാധീനിക്കുന്നു. കരിമ്പിൻ ചണ്ടി, കടലപ്പിണ്ണാക്ക്, കൂൺ കൃഷിയുടെ അവശിഷ്ടങ്ങൾ, കാലിവളം, കോഴിവളം, സെറികൾച്ചർ അവശിഷ്ടങ്ങൾ, വൈക്കോൽ, ഉമി, തവിട്, മൊളാസസ്, അടയ്ക്കാത്തണ്ട്, ചകിരിച്ചോറ്, പഴം പച്ചക്കറി അവശിഷ്ടങ്ങൾ, ഫാക്ടറിയിലെ അവശിഷ്ടങ്ങൾ, നഗരമാലിന്യങ്ങൾ, ഓടയിലെ ചെളി, എല്ലുപൊടി, മീൻവളം, പയർവർഗ ചെടിയുടെ അവശിഷ്ടങ്ങൾ എന്നിവ കമ്പോസ്റ്റാക്കി മാറ്റാം. കൂനയായി ഇട്ടിരിക്കുന്ന അവശിഷ്ടങ്ങൾക്കും മീതെ പച്ചില വളങ്ങളും കളകളും നിരത്തി ചാണക സ്ലറി ഒഴിക്കണം. ഇതിനു മീതെ വീണ്ടും അവശിഷ്ടങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂനയ്ക്കുള്ളിൽ ഈർപ്പമുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വായു സഞ്ചാരത്തിനു വേണ്ടി കൂന ഇടയ്ക്കിടെ ഇളക്കുന്നത് നല്ലതാണ്. താപനില 60 ഡിഗ്രി സെൽഷ്യസ് ആയി ക്രമീകരിക്കണം. നല്ല കമ്പോസ്റ്റ് പൊടി രൂപത്തിലുള്ളതായിരിക്കണം. ഇതിൽ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങളും ചേർന്നിരിക്കും. അടുത്തതായി മണ്ണിര കമ്പോസ്റ്റ്.
നമ്മുടെ ചുറ്റുപാടും ദൈനംദിനം അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഖരമാലിന്യങ്ങൾ ദ്രവിക്കുന്നവയും അല്ലാത്തവയുമായ പാഴ്വസ്തുക്കളുടെ ഒരു മിശ്രിതമാണ്. ദ്രവിക്കുന്ന മാലിന്യങ്ങളെ സംസ്കരിച്ച് സസ്യപോഷണ വസ്തുക്കളായി മാറ്റാൻ കമ്പോസ്റ്റ് നിർമ്മാണത്തിലൂടെ സാധ്യമാണ്. പരമ്പരാഗതമായ കമ്പോസ്റ്റിങ്ങിന് എടുക്കുന്ന കാലദൈർഘ്യം അതിൻ്റെ പ്രായോഗികതയ്ക്ക് തടസ്സമാണ്. ഇവിടെയാണ് മണ്ണിര കമ്പോസ്റ്റിന്റെ പ്രസക്തി. മണ്ണിരയുടെ പ്രവർത്തനത്താൽ ജൈവാവശിഷ്ടങ്ങൾ പൊതുവെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഗുണമേന്മയേറിയ ജൈവവളമായി മാറും. മണ്ണിരയുടെ ആമാശയത്തിൽ വെച്ച് ജൈവവളങ്ങൾ നന്നായി അരയ്ക്കപ്പെടുന്നതുമൂലം സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം വേഗത്തിലാകുന്നു. എൻസൈമുകൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് അവയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളെ ചെടികൾക്കും സൂക്ഷ്മാണുക്കൾക്കും എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലാക്കുന്നു. പോഷക മൂലകങ്ങൾക്ക് പുറമെ മണ്ണിര കമ്പോസ്റ്റിൽ സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണുകൾ പോഷക മൂലകങ്ങൾക്ക് പുറമെ മണ്ണിര കമ്പോസ്റ്റിൽ സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണുകളും പ്രതിരോധ ശക്തി നൽകുന്ന ആന്റിബയോട്ടിക്കുകളും ജീവകങ്ങളും അടങ്ങിയിരിക്കുന്നു. അന്തരീക്ഷത്തിലെ നൈട്രജനെ സ്വീകരിക്കാനും ഫോസ്ഫറസിന്റെ ലേയത്വം കൂട്ടുവാനും കഴിവുള്ള സൂക്ഷ്മജീവികൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാ ഇനം മണ്ണിരകളും കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ യോജിച്ചവയല്ല. ലോകത്തിൽ 3000-ൽ പരവും ഇന്ത്യയിൽ 500ഓളവും മണ്ണിര ഇനങ്ങൾ നിലവിലുണ്ട്. ഇവയെ രണ്ടായി തരംതിരിക്കുന്നു. മേൽമണ്ണിൽ കാണുന്നവ മണ്ണിന്റെ ഉപരിതലത്തിലെ അഴുകിയ ജൈവാവശിഷ്ടങ്ങൾ ആഹാരമായി ജീവിക്കുന്നവയാണിവ. കീഴ്മണ്ണിൽ കാണുന്നവ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ജൈവാംശം ഭക്ഷിക്കുന്നവ. ആദ്യത്തെ ഇനം മണ്ണിരകൾ ജൈവാവശിഷ്ടങ്ങൾ കമ്പോസ്റ്റായി മാറ്റാൻ യോജിച്ചവയാണ്. ഇവയെ പ്രധാനമായും ചാണകക്കുഴിയിലും കമ്പോസ്റ്റ് കുഴിയിലും ചപ്പുചവറുകൾ കിടന്നഴുകുന്ന സ്ഥലങ്ങളിലും കണ്ടുവരുന്നു. യൂഡ്രിലസ് യൂജിന എന്ന ആഫ്രിക്കൻ മണ്ണിര കേരളത്തിലെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിന് ഉത്തമമാണ്. പെരിയോണിക്സ് സാങ്സിബാരിക്കസ് എന്ന നാടൻ മണ്ണിരയും കമ്പോസ്റ്റ് നിർമ്മാണത്തിന് യോജിച്ചവയാണ്. സ്ഥലസൗകര്യമുള്ള വ്യക്തികൾക്ക് സ്വന്തമായും കോളനികൾ, ഫ്ളാറ്റുകൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ പൊതുവായും കമ്പോസ്റ്റ് കുഴി നിർമ്മിച്ച് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാം. ജൈവാവശിഷ്ടങ്ങളുടെ അളവും സ്ഥലലഭ്യതയും അനുസരിച്ച് സൗകര്യപ്രദമായ നീളത്തിലും വീതിയിലും കമ്പോസ്റ്റ് കുഴികൾ തയ്യാറാക്കാം. കുഴിയുടെ ആഴം 50 സെന്റിമീറ്ററിൽ കൂടാൻ പാടില്ല. ആഴം കൂടിയാൽ മണ്ണിരയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ വായു ലഭിക്കുകയില്ല. 1/2 ടൺ ജൈവാവശിഷ്ടം സംസ്കരിക്കുന്നതിന് 2.5 × 1 × 0.5 × 1/2 ടൺ ജൈവാവശിഷ്ടം സംസ്കരിക്കുന്നതിന് 2.5 × 1 × 0.5 മീറ്റർ വിസ്താരമുള്ള കുഴി മതിയാകും. കുഴിയുടെ അടിഭാഗവും വശങ്ങളും നന്നായി ഇടിച്ചുറപ്പിച്ച ശേഷം അടിഭാഗത്ത് ഒരു വരി കൊണ്ട് മലർത്തി അടുക്കണം. ഈ കുഴിയിലേക്ക് ജൈവാവശിഷ്ടവും ചാണകവും 8:1 എന്ന അനുപാതത്തിൽ നിക്ഷേപിക്കണം. ചാണകത്തിന് പകരം ജൈവവാതക പ്ലാന്റിൽ നിന്നും പുറത്തുവരുന്ന സ്ലറിയും ഉപയോഗിക്കാം. തറനിരപ്പിൽ നിന്നും 25 സെന്റിമീറ്റർ ഉയരം വരെ അവശിഷ്ടം നിറച്ച ശേഷം നല്ലപോലെ നനയ്ക്കണം. ഈ ജൈവമിശ്രിതത്തെ 10 മുതൽ 12 ദിവസം അഴുകാൻ അനുവദിക്കണം. ജൈവാവശിഷ്ടം ആദ്യം അഴുകുമ്പോൾ ഉണ്ടാകുന്ന ചൂട് മണ്ണിരയ്ക്ക് ദോഷം ചെയ്യും. അതിനാൽ ആ ഘട്ടം കഴിഞ്ഞതിനു ശേഷം മാത്രമേ മണ്ണിരയെ കുഴിയിൽ നിക്ഷേപിക്കാവൂ. 500 മുതൽ 1000 മണ്ണിരയെ ഈ വലിപ്പത്തിലുള്ള കുഴിയിൽ നിക്ഷേപിക്കാം. അതിനുശേഷം ഓല കൊണ്ട് മുകൾ ഭാഗം മൂടണം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുക്കണം. 45 മുതൽ 50 ദിവസത്തിനകം നല്ല കമ്പോസ്റ്റ് തയ്യാറാകും. കടുത്ത വെയിലും മഴയും ഏൽക്കാതിരിക്കാൻ ഓല ഷെഡ് കെട്ടി കമ്പോസ്റ്റ് കുഴി സംരക്ഷിക്കണം. കമ്പോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ കുഴിയിൽ നിന്നും വാരിയെടുത്ത് വെളിച്ചമുള്ള സ്ഥലത്ത് കൂനയായി ഇടണം. വെളിച്ചം തട്ടുമ്പോൾ മണ്ണിരകൾ കൂനയുടെ അടിയിലേക്ക് പോകും. കൂനയുടെ മുകളിൽ നിന്നും കമ്പോസ്റ്റ് മാറ്റി കൃഷിക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ തണലത്തിട്ട് ഉണക്കി ചാക്കിൽ സൂക്ഷിക്കാം. കൂനയുടെ അടിയിലുള്ള മണ്ണിരയെ കുഴിയിലേക്ക് മാറ്റി വീണ്ടും കമ്പോസ്റ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കാം. ഉറുമ്പിന്റെ ശല്യം ഉണ്ടെങ്കിൽ കുഴിയുടെ വെളിയിൽ ചുറ്റുമായി കീടനാശിനി പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. ചാണകം ഇട്ടാൽ വളമുൽപാദനത്തിന് വേഗം കൂടും. കാലിവളം ലഭ്യമല്ലെങ്കിൽ അടുക്കളയിലെ അവശിഷ്ടങ്ങൾ മറ്റു ജൈവാവശിഷ്ടങ്ങളോടൊപ്പം ഉപയോഗിക്കാം. മണ്ണിര കമ്പോസ്റ്റിൽ ശരാശരി 1.5 മുതൽ 2% നൈട്രജൻ, 0.4 മുതൽ 0.8% ഫോസ്ഫേറ്റ്, 1.5 മുതൽ 1.8% പൊട്ടാഷ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഗാർഹിക അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചുള്ള മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം. കമ്പോസ്റ്റ് കുഴി നിർമ്മിക്കാൻ സ്ഥലപരിധിയുള്ളവർക്ക് വീഞ്ഞപ്പെട്ടിയോ അടിവിസ്താരമുള്ള പ്ലാസ്റ്റിക് പാത്രമോ മൺചട്ടിയോ ഉപയോഗിച്ച് കമ്പോസ്റ്റ് നിർമ്മിക്കാം. ആവശ്യത്തിന് സ്ഥലമുണ്ടെങ്കിൽ കമ്പോസ്റ്റ് കുഴിയെടുത്ത് ഗാർഹിക അവശിഷ്ടങ്ങൾ മണ്ണിരയുടെ സഹായത്താൽ സംസ്കരിക്കാം. വീഞ്ഞപ്പെട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 45 × 30 × 15 സെന്റിമീറ്റർ അളവിലുള്ള പെട്ടിയാണ് ഉത്തമം. പെട്ടിയുടെ ഉൾഭാഗത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അടിഭാഗത്ത് 5 സെന്റിമീറ്റർ കനത്തിൽ ചകിരി നിറയ്ക്കണം. ചകിരി നനച്ച ശേഷം 100 മുതൽ 250 യൂഡ്രിലസ് യൂജിനെ മണ്ണിരയെ നിക്ഷേപിക്കണം.
അതിനു മുകളിൽ നേരിയ കനത്തിൽ അടുക്കളയിലെ അവശിഷ്ടങ്ങൾ ഇട്ടുകൊടുക്കണം. തുടക്കത്തിൽ അല്പം ചാണകം ചേർക്കുന്നത് നല്ലതാണ്. പെട്ടിയുടെ മുകളിൽ ഒരു ചണച്ചാക്ക് നനച്ചിടണം. പെട്ടി നിറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായി ഒന്നിളക്കിയ ശേഷം ഒരാഴ്ച അനങ്ങാതെ വയ്ക്കണം. അപ്പോഴേക്കും കമ്പോസ്റ്റ് പാകമാകും. പാകമായി കഴിഞ്ഞാൽ പെട്ടിയെടുത്ത് വെയിലത്ത് വെച്ച് അതിന്റെ അടിയിലേക്ക് പോകുന്ന മണ്ണിരയെ മാറ്റിയ ശേഷം കമ്പോസ്റ്റ് ഉപയോഗിക്കാം. മണ്ണിര അടങ്ങിയ കമ്പോസ്റ്റ് പെട്ടി വീണ്ടും ഉപയോഗിക്കാം. ധാരാളം എണ്ണമയമുള്ള അവശിഷ്ടങ്ങൾ, എരിവ് കൂടിയ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ പെട്ടിയിൽ നിക്ഷേപിക്കരുത്. എലിയുടെ ശല്യം ഉണ്ടെങ്കിൽ പെട്ടിയുടെ മുകളിൽ കമ്പിവല വെച്ച് സൂക്ഷിക്കണം. ഉറുമ്പിന്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ പെട്ടിയുടെ ചുറ്റും ഉറുമ്പ് പൊടി ഇടണം. വീട്ടുവളപ്പിലെ പച്ചക്കറികൾ, അലങ്കാര ചെടികൾ, മറ്റു കാർഷിക വിളകൾ തുടങ്ങിയവയ്ക്ക് ഉത്തമമായ ജൈവവളമാണ് മണ്ണിര കമ്പോസ്റ്റ്. ഇത് ചാണകത്തിന്റെ കൂടെ തുല്യ അളവിൽ ഉപയോഗിച്ചാൽ രാസവളങ്ങളുടെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ജൈവ കീടനാശിനികൾ. വിഷാംശം അടങ്ങിയ രാസകീടനാശിനികൾ പ്രയോഗിക്കുന്നത് മൂലം വിളകൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ ഏറെയാണ്. വിളകളിൽ കായ്കൾ ഉണ്ടായതിനു ശേഷവും രാസകീടനാശിനികൾ പ്രയോഗിക്കുന്ന പ്രവണതയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്തതും ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തതുമായ ജൈവ കീടനിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ലളിതമായി തയ്യാറാക്കുവാൻ സാധിക്കുന്ന കീടനാശിനികളും അവയുടെ പ്രയോഗവും നമുക്ക് നോക്കാം. ആദ്യമായി പുകയില കഷായം. 1 കിലോ പുകയില കൊത്തിയരിഞ്ഞത് 15 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്തു വയ്ക്കുക. ഇത് അരിച്ചെടുത്ത് 100 ഗ്രാം ബാർ സോപ്പ് ചീകിയിട്ട് ഇളക്കി ലയിപ്പിച്ചെടുത്താൽ കീടനാശിനി തയ്യാറാകും. കീടബാധയുടെ തീവ്രത അനുസരിച്ച് ഇത് 2-3 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് തളിക്കുക. പുകയില കൃഷിയുള്ള സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന പുകയില തണ്ടുകൾ കീടനിയന്ത്രണത്തിനായി ഉപയോഗിക്കാം. കൂടുതൽ ശക്തമായ പുകയില സത്തുണ്ടാക്കാൻ പുകയില അരിഞ്ഞിട്ട ലായനി അരമണിക്കൂർ തിളപ്പിക്കേണ്ടി വരും. ഇതിനായി 4 ലിറ്റർ വെള്ളത്തിൽ 250 ഗ്രാം എന്ന തോതിൽ പുകയില അരിഞ്ഞിട്ട് തിളപ്പിക്കാം. ഇതിൽ 30 ഗ്രാം ബാർ സോപ്പ് ചീകിയിട്ട് ഇളകി ലയിപ്പിച്ചെടുക്കാൻ ചെടികളിൽ തളിക്കാൻ പാകത്തിലുള്ള പുകയില സത്തായി. നല്ല വെയിലുള്ളപ്പോഴാണ് പുകയില കഷായവും സത്തും വിളകളിൽ തളിക്കേണ്ടത്. നിക്കോട്ടിന്റെ വിഷവീര്യം നന്നായി പ്രകടമാകണമെങ്കിൽ വെയിൽ ആവശ്യമാണ്. ജൈവ കീടനാശിനികൾ. വിഷാംശം അടങ്ങിയ രാസകീടനാശിനികൾ പ്രയോഗിക്കുന്നത് മൂലം വിളകൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ ഏറെയാണ്. വിളകളിൽ കായ്കൾ ഉണ്ടായതിനു ശേഷവും രാസകീടനാശിനികൾ പ്രയോഗിക്കുന്ന പ്രവണതയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്തതും ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തതുമായ ജൈവ കീടനിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ലളിതമായി തയ്യാറാക്കുവാൻ സാധിക്കുന്ന കീടനാശിനികളും അവയുടെ പ്രയോഗവും നമുക്ക് നോക്കാം. ആദ്യമായി പുകയില കഷായം. 1 കിലോ പുകയില കൊത്തിയരിഞ്ഞത് 15 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്തു വയ്ക്കുക. ഇത് അരിച്ചെടുത്ത് 100 ഗ്രാം ബാർ സോപ്പ് ചീകിയിട്ട് ഇളക്കി ലയിപ്പിച്ചെടുത്താൽ കീടനാശിനി തയ്യാറാകും. കീടബാധയുടെ തീവ്രത അനുസരിച്ച് ഇത് 2-3 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് തളിക്കുക. പുകയില കൃഷിയുള്ള സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന പുകയില തണ്ടുകൾ കീടനിയന്ത്രണത്തിനായി ഉപയോഗിക്കാം. കൂടുതൽ ശക്തമായ പുകയില സത്തുണ്ടാക്കാൻ പുകയില അരിഞ്ഞിട്ട ലായനി അരമണിക്കൂർ തിളപ്പിക്കേണ്ടി വരും. ഇതിനായി 4 ലിറ്റർ വെള്ളത്തിൽ 250 ഗ്രാം എന്ന തോതിൽ പുകയില അരിഞ്ഞിട്ട് തിളപ്പിക്കാം. ഇതിൽ 30 ഗ്രാം ബാർ സോപ്പ് ചീകിയിട്ട് ഇളകി ലയിപ്പിച്ചെടുക്കാൻ ചെടികളിൽ തളിക്കാൻ പാകത്തിലുള്ള പുകയില സത്തായി. നല്ല വെയിലുള്ളപ്പോഴാണ് പുകയില കഷായവും സത്തും വിളകളിൽ തളിക്കേണ്ടത്. നിക്കോട്ടിന്റെ വിഷവീര്യം നന്നായി പ്രകടമാകണമെങ്കിൽ വെയിൽ ആവശ്യമാണ്. നിക്കോട്ടിന്റെ വിഷവീര്യം നന്നായി പ്രകടമാകണമെങ്കിൽ വെയിൽ ആവശ്യമാണ്. 1/2 കിലോഗ്രാം പുകയില അരിഞ്ഞത് 4 ലിറ്റർ തിളച്ച വെള്ളത്തിലിട്ട് 12 മണിക്കൂർ വെച്ച ശേഷം അതിൽ അരക്കരണ്ടി നീറ്റുകക്കയും അത്രയും കള്ളിച്ചെടിച്ചാറും കൂടി ചേർത്ത് അരിച്ചെടുക്കുക. ഇത് വിളകളിൽ തളിക്കാം. പച്ചമുളകിനെ ബാധിക്കുന്ന ഇലചുരുട്ടി എന്ന വൈറസ് രോഗത്തിനെതിരെ പ്രതിരോധ ശേഷിക്കായി മുളകുവിത്തുപാകുന്ന തവാരണകളിൽ പുകയിലപ്പൊടി വിതറുന്നത് നല്ലതാണ്. പച്ചക്കറി വിളകൾക്കുള്ള പുകയില കഷായം താഴെ പറയുന്ന രീതിയിൽ തയ്യാറാക്കാം. 500 ഗ്രാം പുകയില അവശിഷ്ടങ്ങൾ ശേഖരിച്ച് ചെറുതായി അരിഞ്ഞ് 4.5 ലിറ്റർ വെള്ളത്തിൽ 24 മണിക്കൂർ കുതിർത്തു വയ്ക്കുക. വേറൊരു പാത്രത്തിൽ 1/2 ലിറ്റർ വെള്ളമെടുത്ത് അതിൽ 120 ഗ്രാം ബാർ സോപ്പ് ചീകിയിട്ട് തിളപ്പിച്ച് നന്നായി ലയിപ്പിച്ചെടുക്കുക. ഈ സോപ്പ് ലായനി അരിച്ചെടുത്ത പുകയില കഷായത്തിൽ ഒഴിച്ച് നന്നായി ഇളക്കിയെടുത്ത് കുപ്പികൾ സൂക്ഷിക്കുക. ഇതിൽ നിന്നും ആവശ്യത്തിന് ലായനി എടുത്ത് 6 മുതൽ 7 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച പച്ചക്കറി വിളകൾക്ക് തളിക്കാം. വെളുത്തുള്ളി മിശ്രിതം. സുലഭമായി ലഭിക്കുന്ന വെളുത്തുള്ളി ഉപയോഗിച്ച് ഈ മിശ്രിതം ഉണ്ടാക്കാം. 20 ഗ്രാം വെളുത്തുള്ളി നന്നായി അരച്ച് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ലായനി അരിച്ച് തെളിച്ചെടുക്കുക. അതിനുശേഷം 1 ലിറ്റർ ലായനിക്ക് 4 മില്ലി ലിറ്റർ എന്ന തോതിൽ മാലത്തിയോൺ കൂടി ചേർത്ത് കീടനാശിനിയായി ഉപയോഗിക്കാം. പാവലിലും മറ്റും കാണുന്ന പച്ചത്തുള്ളനെ പ്രതിരോധിക്കുവാൻ വെളുത്തുള്ളി മിശ്രിതത്തിന് കഴിയും. പഴക്കണി. പാവലിലും പടവലത്തിലും കണ്ടുവരുന്ന കായീച്ചയെ നശിപ്പിക്കുന്നതിന് പഴക്കണി ഫലപ്രദമായ ഒരു നിയന്ത്രണ മാർഗമാണ്. പഴക്കണി തയ്യാറാക്കാനായി പാളയംകോടൻ പഴം തൊലി കളയാതെ 3-4 കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. മുറിച്ച ഭാഗം
ഭാഗങ്ങളിൽ 1/2 ഗ്രാം ഫ്യൂറഡാൻ കീടനാശിനിയുടെ തരി പതിപ്പിക്കുക. ഈ പഴക്കഷ്ണങ്ങൾ പന്തലിന് താഴെ ചിരട്ടകൾ കൊണ്ട് ചെറിയ ഉറിയുണ്ടാക്കി അതിൽ വയ്ക്കുക. പഴം ഈച്ചകളെ ആകർഷിക്കുകയും വിഷമടങ്ങിയ പഴച്ചാറ് കുടിച്ച ഈ കായ്ച്ചകൾ ചത്തൊടുങ്ങുകയും ചെയ്യും. ശർക്കരക്കണി 10 ഗ്രാം ശർക്കര അല്പം ഈർപ്പത്തോടുകൂടി ഒരു വലിയ ചിരട്ടയുടെ ഉൾഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക. ഇതിൽ ഒരു നുള്ളു ഫ്യൂറഡാൻ തരി വിതറിയ ശേഷം ഉറുമ്പിൻ കൂടിനരികിലോ ചെടിയുടെ അടുത്തോ വെച്ചാൽ വിഷമടങ്ങിയ ശർക്കര തിന്ന് ഉറുമ്പുകൾ ചാവും. വെണ്ട, വഴുതന എന്നീ പച്ചക്കറികളുടെ ഇളം തണ്ട്, പൂവ്, കായ് എന്നിവ നശിപ്പിക്കുന്ന ഉറുമ്പുകളെ ഫലപ്രദമായി ഈ രീതിയിൽ നിയന്ത്രിക്കാം. തുളസിക്കണി 1 പിടി തുളസിയില അരിച്ചെടുത്ത് ഒരു ചിരട്ടയിൽ ഇട്ട ശേഷം ഉണങ്ങാതിരിക്കാൻ കുറച്ച് വെള്ളം ചേർക്കുക. ഇതിൽ 10 ഗ്രാം ശർക്കരപ്പൊടി നന്നായി യോജിപ്പിച്ച് ഒരു നുള്ളു ഫ്യൂറഡാൻ തരി ചേർത്ത് ഇളക്കണം. പാവലും പടവലവും വളർത്തുന്ന പന്തലുകളിൽ ഈ മിശ്രിതം അടങ്ങിയ ചിരട്ട കെട്ടി തൂക്കിയാൽ കായ്ച്ചകൾ ഈ വിഷമിശ്രിതം കുടിച്ച് ചത്തൊടുങ്ങും. വേപ്പിൻകുരു സത്ത് 50 ഗ്രാം വേപ്പിൻകുരു 1 ലിറ്റർ വെള്ളത്തിൽ പൊടിച്ച് കിഴി കെട്ടി വെള്ളത്തിൽ 12 മണിക്കൂർ മുക്കി വയ്ക്കുക. അതിനുശേഷം കിഴി പല പ്രാവശ്യം വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് ലായനി തയ്യാറാക്കാം. വെണ്ടയിലെ കായ്തുരപ്പൻ പുഴുവിനെ നിയന്ത്രിക്കുവാൻ ഈ സസ്യകീടനാശിനി ഉത്തമമാണ്. വേപ്പിൻ പിണ്ണാക്ക്, ആവണക്കിൻ പിണ്ണാക്ക് തുടങ്ങിയവ മണ്ണിൽ ചേർക്കുന്നത് ചെടിയുടെ വേരുകളെ ആക്രമിക്കുന്ന നിമാവിരകളെ നിയന്ത്രിക്കുവാൻ സഹായിക്കും. ഇവ ഒരു ചതുരശ്ര മീറ്ററിന് 100 ഗ്രാം എന്ന തോതിൽ മണ്ണിൽ ചേർക്കാം. വേപ്പെണ്ണ എമൾഷൻ 60 ഗ്രാം സാധാരണ സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. ഈ ലായനി 1 ലിറ്റർ വേപ്പെണ്ണയുമായി ചേർത്തിളക്കി തയ്യാറാക്കിയ വേപ്പെണ്ണ എമൾഷൻ 10 ഇരട്ടി വെള്ളം ചേർത്ത് തളിക്കാം. പയറിന്റെ ഇലകളെ ആക്രമിക്കുന്ന ചിത്രകീടം, പയർപ്പേൻ എന്നിവയുടെ നിയന്ത്രണത്തിന് ഇത് വളരെ ഫലപ്രദമാണ്. വേപ്പെണ്ണ എമൾഷൻ പാവൽ, പടവലം തുടങ്ങിയ വിളകളിൽ 40 ഇരട്ടി വെള്ളം ചേർത്ത് തളിക്കാം. പാവലിനെ ആക്രമിക്കുന്ന പച്ചത്തുള്ളനെതിരെയും ഇത് ഫലപ്രദമാണ്. കിരിയാത്ത് എമൾഷൻ കിരിയാത്ത് ചെടിയുടെ ഇലയും തണ്ടും നന്നായി ചതച്ച് നീരെടുക്കുക. 1 ലിറ്റർ നീരിൽ 60 ഗ്രാം എന്ന അളവിൽ ബാർ സോപ്പ് ലയിപ്പിക്കുക. ഈ എമൾഷൻ 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് 1 ലിറ്റർ ലായനിക്കും 20 ഗ്രാം എന്ന തോതിൽ വെളുത്തുള്ളി നന്നായി അരച്ചു ചേർക്കുക. ഇത് അരിച്ചെടുത്ത് പതിയത്തക്ക വിധം തളിക്കുക. മുഞ്ഞ, വെള്ളീച്ച, ഇലപ്പേൻ തുടങ്ങിയ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നിയന്ത്രിക്കാൻ ഇത് ഉപകരിക്കും. ചാണകവും ഗോമൂത്രവും ഭാരതത്തിലെ പ്രാചീന കൃഷിശാസ്ത്ര ഗ്രന്ഥമായ കൃഷിസൂക്തിയിൽ ഗോമൂത്രത്തിന്റെ രോഗശമന സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ചാണകം, ഗോമൂത്രം, പാല്, വെണ്ണ, തൈര് എന്നിവ പ്രത്യേക അനുപാതത്തിൽ കലർത്തിയാണ് പഞ്ചഗവ്യം ഉണ്ടാക്കുന്നത്. ഹിന്ദു മതാചാര പ്രകാരം ദേവപൂജകൾക്കായി സ്ഥലശുദ്ധി വരുത്തുന്നതിന് പഞ്ചഗവ്യം അത്യാവശ്യമാണ്. ഇതിന്റെ ലളിതമായ മിശ്രിതങ്ങളാണ് കർഷകർ പച്ചക്കറികളിലെ ഇലത്തീനി പുഴുക്കൾ, മുഞ്ഞ, വണ്ടുകൾ, മണ്ടരികൾ, കുമിൾ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ എന്നിവയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത്. ഗോമൂത്രം തുറന്ന ടാങ്കിൽ ശേഖരിച്ച് ഒരാഴ്ചയോളം വെയിലേൽപ്പിച്ച് പാകപ്പെടുത്തി 4 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾ തളിക്കാം. വടക്കേ ഇന്ത്യയിലെ കർഷകർ ഏറ്റവും പുതിയ ഗോമൂത്രമാണ് ചെടികൾ തളിക്കുക. ചൂടുമാറാത്ത മൂത്രം 4-5 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച ചെടികൾ തളിക്കുന്നു. വ്യത്യസ്ത കീടങ്ങൾക്ക് വിവിധ ഗാഢതയിൽ നേർപ്പിച്ച ഗോമൂത്രം വേണ്ടിവരും. ഉദാഹരണമായി 1 ഭാഗം പുതുഗോമൂത്രം 2 ഭാഗം വെള്ളത്തിൽ നേർപ്പിച്ചത് ഏഫിഡുകൾക്കും തുരപ്പൻ പുഴുക്കൾക്കും എതിരെ ഫലപ്രദമാണ്. ഒട്ടും നേർപ്പിക്കാത്ത ഗോമൂത്രം തളിച്ച് 83% വരെ മണ്ടരികളെ നശിപ്പിക്കാം. കായം, മഞ്ഞൾപ്പൊടി, വേപ്പിലച്ചാറ് എന്നിവ കൂടി ചേർത്തുണ്ടാക്കുന്ന ഗോമൂത്ര ലായനിക്ക് കൂടുതൽ കീടനാശക സ്വഭാവമുണ്ട്. വെണ്ടച്ചെടിയുടെ മഞ്ഞളിപ്പിന് കാരണം ജാസിൽ എന്ന കീടമാണ്. 2 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച പുതുഗോമൂത്രം ആഴ്ചതോറും തളിച്ചാൽ വെണ്ടച്ചെടികളെ മഞ്ഞളിപ്പ് രോഗം ബാധിക്കാതെ സംരക്ഷിക്കാമെന്ന് കർഷകർക്ക് അഭിപ്രായവുമുണ്ട്. ചാണകവെള്ളം നല്ല പച്ച ചാണകം ചെളി ചേർത്ത് കുഴച്ചുണ്ടാക്കുന്ന മിശ്രിതം വീടുകളിലെ തറയും ചുമരും മെഴുകാൻ പണ്ട് ഉപയോഗിച്ചിരുന്നു. ഇത്തരത്തിൽ ചാണകം മെഴുകിയ തറയിൽ ഈച്ചശല്യം ഉണ്ടാവില്ല. ഈ തത്വം കീടനിയന്ത്രണത്തിലും ഉപയോഗപ്പെടുത്താവുന്നതാണ്. 1 കിലോഗ്രാം പുതിയ പച്ചച്ചാണകം 12 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരാഴ്ച പുളിപ്പിച്ച ശേഷം തെളിവെള്ളം ഊറ്റിയെടുത്ത് 2 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളിൽ തളിച്ചാൽ കീടശല്യം കുറയും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി ജലം, മണ്ണ് സംരക്ഷണത്തെപ്പറ്റി നോക്കാം. ജലസംരക്ഷണം. കേരളത്തിൽ ഒരു വർഷം ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ് 3000 മില്ലിമീറ്റർ എന്നത് ദേശീയ ശരാശരിയുടെ 2.78 മടങ്ങാണ്. വർഷത്തിലെ മൊത്തം മഴയുടെ 60% ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ പെയ്യുന്നു. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ 25%, ജനുവരി, മെയ് വരെയുള്ള മാസങ്ങളിൽ 15% മഴ ലഭിക്കുന്നു. കാലവർഷത്തിലും തുലാവർഷത്തിലുമുള്ള മഴയിൽ പകുതിയോളം കനത്ത മഴയാണ്. മണിക്കൂറിൽ 5 മുതൽ 10 സെന്റിമീറ്റർ വരെ നിരക്കിൽ പെയ്യുന്ന
ഈ മഴയിൽ വെള്ളം മണ്ണിൽ താഴാനുള്ള സാവകാശം തീരെയില്ല. ഭൂമിയുടെ ചരിവ് നിമിത്തം മഴവെള്ളത്തിന്റെ 78% നദികളിലൂടെ കടലിലേക്ക് ഒഴുകി പാഴാകുന്നു. ലഭ്യമായ മഴയുടെ 22% മാത്രമാണ് മണ്ണിലേക്ക് നിവേശിപ്പിച്ച് ഉപയോഗിക്കുവാൻ സാധിക്കുന്നത്. മഴക്കാലത്ത് കൂടുതലായി ലഭിക്കുന്ന വെള്ളം വേനലിലേക്ക് എങ്ങനെ കരുതി വെക്കാമെന്ന് നോക്കാം. വെള്ളം കരുതി വെക്കാനുള്ള ഏറ്റവും മികച്ച സംഭരണി മണ്ണ് തന്നെയാണ്. മഴവെള്ളം ഭൂമിയിൽ വീഴുമ്പോൾ അവിടെ തന്നെ സംരക്ഷിക്കപ്പെടണം. അതിന് മണ്ണിന്റെ ജലാകിരണ ശേഷി വർദ്ധിപ്പിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാലുകളും ബണ്ടുകളും വളരെ ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ മണ്ണുജല സംരക്ഷണ രീതിയാണിത്. 1/2 മീറ്റർ താഴ്ചയിൽ 1 മീറ്ററിൽ കൂടുതൽ വീതിയിൽ ചരിവിന് കുറുകെ ചാലുകൾ ഉണ്ടാക്കി ആ മണ്ണുകൊണ്ട് ചാലിന് താഴെ ബണ്ട് പിടിപ്പിച്ചാണ് ഇത് നടപ്പാക്കുന്നത്. ബണ്ടിന് മുകളിൽ സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ച് ഇവ ബലപ്പെടുത്താം. ചരിവ് കൂടിയ ഭൂമിയിൽ ഈ രീതി അനുയോജ്യമാണ്. കോണ്ടൂർ ബണ്ടുകളും ചാലുകളും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന രേഖയിലൂടെ നിർമ്മിക്കുന്ന ബണ്ടുകളാണ് കോണ്ടൂർ ബണ്ടുകൾ. ഓരോ ബണ്ടും ചരിവിന്റെ ദൈർഘ്യം കുറയ്ക്കുകയും അതിന് തൊട്ടുമുകളിലുള്ള സ്ഥലത്ത് പെയ്യുന്ന മഴവെള്ളത്തെ അവിടെ തന്നെ തടഞ്ഞു നിർത്തി മണ്ണിലേക്ക് ഇറക്കുകയും ചെയ്യുന്നു. ബണ്ടുകൾ നിർമ്മിക്കാൻ ആദ്യമായി കോണ്ടൂർ രേഖകൾ കണ്ടുപിടിച്ച് അടയാളപ്പെടുത്തണം. ഇത് ചരിവ് ഭൂമിയുടെ മുകൾ ഭാഗത്തു നിന്ന് ആരംഭിക്കണം. ഒരു മൺമെട്ടിയുടെ താഴ്ചയിലുള്ള ചാലുകൾ അടുത്തടുത്തായി കോണ്ടൂർ രേഖയിലെടുത്താൽ ചെറിയ ചരിവുള്ള പ്രദേശങ്ങളിൽ വീഴുന്ന മഴവെള്ളം തങ്ങി നിൽക്കാനും മണ്ണിലിറങ്ങാനും വഴിയൊരുങ്ങും. കല്ല്, മണ്ണ്, കയ്യാല. ചെലവ് കൂടിയതെങ്കിലും കൂടുതൽ കാലം നിലനിൽക്കാൻ സഹായിക്കുന്ന രീതിയാണിത്. കല്ല് അതാത് സ്ഥലത്ത് തന്നെ ലഭ്യമെങ്കിൽ ചിലവ് കുറയ്ക്കാം. മണ്ണു കയ്യാലയ്ക്കും ചിലവ് കുറയും. കയ്യാലയുടെ മുകളിൽ പുല്ല് വെച്ച് പിടിപ്പിച്ചാൽ മണ്ണൊലിച്ചു പോകാതെ കൂടുതൽ ബലം ലഭിക്കും. സസ്യചാലുകൾ. പുല്ലു പയറുവർഗ ചെടികൾ ഇടതൂർന്നു വളർത്തി ചാലുകൾ സംരക്ഷിച്ച് അവയെ ജലശേഖരണത്തിന് ഉപയോഗിക്കാം. 1/2 മീറ്റർ വീതിയിലും ആഴത്തിലുമുള്ള ചാലുകൾ ഉണ്ടാക്കി അതിനകത്ത് പുല്ല് വെച്ച് പിടിപ്പിക്കാം. തട്ടുതിരിക്കൽ. ചരിവ് ഭൂമിയെ നിരപ്പുള്ള നിരവധി തട്ടുകളാക്കി തിരിക്കുന്ന രീതിയാണിത്. ഓരോ തട്ടിലും വീഴുന്ന വെള്ളം അവിടെ തന്നെ ശേഖരിക്കപ്പെടുകയും തട്ടിൽ കൂടി ഒലിച്ച് പൊതുവായ നീർച്ചാലിൽ വീഴുകയും ചെയ്യുന്നു. തട്ടുകളുടെ നിർമ്മാണ സമയത്ത് മേൽമണ്ണ് നഷ്ടമാകുന്ന ദോഷമുള്ളതിനാൽ ഇവിടെ കൃഷി ചെയ്യുമ്പോൾ ധാരാളം ജൈവവളം ഉപയോഗിക്കണം. നീർക്കുഴികൾ. വെള്ളക്കെട്ടില്ലാത്ത സ്ഥലങ്ങളിൽ മഴക്കാലത്തിന് മുമ്പ് അവിടെയായി 1 മീറ്റർ വരെ ആഴമുള്ള ചെറിയ കുഴികൾ ഉണ്ടാക്കിയാൽ അവയിൽ മഴവെള്ളം കെട്ടി നിൽക്കുകയും അങ്ങനെ ഭൂഗർഭ ജലവിധാനം ഉയരുകയും ചെയ്യും. കുഴികളുടെ ആഴം സ്ഥല സൗകര്യം അനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. കുളങ്ങൾ. ഏറെക്കുറെ നിരപ്പായ പ്രദേശത്തിന്റെ താഴ്ന്ന ഭാഗത്താണ് കുളങ്ങൾ നിർമ്മിക്കേണ്ടത്. വർഷകാലത്ത് കുളത്തിലെ അധിക ജലം വാർന്നു പോകാൻ ചാലുകൾ നിർമ്മിക്കണം. പാടശേഖരങ്ങൾക്ക് മുകൾ ഭാഗത്തായി ഉണ്ടായിരുന്ന തലക്കുളങ്ങൾ പലതും ഇന്ന് നികന്നു പോയിരിക്കുന്നു. ഇവ നന്നാക്കിയെടുക്കാനും ശ്രദ്ധിക്കണം. ജലവ്യാപനം. ഒലിച്ചു പോകുന്ന വെള്ളം ഒരു നിശ്ചിത സ്ഥലത്ത് സ്വതന്ത്രമായി വ്യാപിക്കാൻ അനുവദിക്കുന്ന രീതിയാണ് ജലവ്യാപനം. ചാലുകൾ കീറി വെള്ളം പലയിടങ്ങളിലായി തിരിച്ചുവിടുന്ന ഈ രീതി ചരിവ് കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് അനുയോജ്യമാണ്. നദികളിലും തോടുകളിലും നീർച്ചാലുകളിലും തടയണകൾ, അടിയണകൾ എന്നിവ കെട്ടുന്നത് ജലസംരക്ഷണത്തിന് ഉപകരിക്കും. കല്ലും മണ്ണും സസ്യങ്ങളും മറ്റും ഉപയോഗിച്ചും മണൽച്ചാക്കുകൾ നിരത്തിയും കുറഞ്ഞ ചെലവിൽ തടയണ നിർമ്മിക്കാവുന്നതാണ്. മഴവെള്ള സംഭരണം. വേനലിലെ കുടിവെള്ളക്ഷാമത്തിന് പെട്ടെന്നുള്ള പരിഹാരമെന്ന നിലയിൽ മഴവെള്ളം ശേഖരിച്ച് ഫെറോസിമെന്റ് ടാങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന രീതിക്ക് പ്രചാരമേറുകയാണ്. കേരളത്തിലുടനീളം ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ ഇത്തരം മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. സംഭരണി നിർമ്മാണം. കെട്ടിടത്തിന്റെ മേൽക്കൂര ഫെറോസിമെന്റ് സംഭരണി. മേൽക്കൂരയിൽ ലഭിക്കുന്ന മഴവെള്ളത്തെ ജലസംഭരണി എത്തിക്കാനുള്ള പാത്തികളും പൈപ്പുകളും. പൈപ്പിലൂടെ സംഭരണിയിലേക്ക് എത്തുന്ന മഴവെള്ളം ടാങ്കിൽ വീഴുന്നതിന് മുമ്പ് മാലിന്യമുണ്ടെങ്കിൽ അരിച്ചെടുക്കാനുള്ള ഫിൽറ്റർ തുടങ്ങിയവയാണ് സംഭരണ പ്രക്രിയയിലെ പ്രധാന ഭാഗങ്ങൾ. ആദ്യത്തെ 1-2 മഴയിലെ വെള്ളം മേൽക്കൂരയിൽ വീഴുമ്പോൾ പൊടിപടലങ്ങളും മറ്റും മാലിന്യങ്ങളും ടാങ്കിലെത്താതെ പുറത്തു കളയാൻ ഒരു പൈപ്പ് ഘടിപ്പിക്കണം. മേൽക്കൂരയിൽ നിന്നുള്ള ജലം സംഭരിക്കുന്നത് ഫെറോസിമെന്റ് ടാങ്കിലാണ്. ടാങ്കിന് മുകളിൽ വൃത്താകൃതിയിലാണ് ഫിൽട്ടർ ഘടിപ്പിക്കുന്നത്. ടാങ്കിന് മുകളിൽ ഫിൽട്ടറിന് പുറമെ ജലമെടുക്കാനായി ഒരു ദ്വാരം ഉണ്ടായിരിക്കും. ഈ ദ്വാരം ഒരാൾക്ക് ടാങ്കിനുള്ളിൽ കടന്ന് വൃത്തിയാക്കാൻ പാകത്തിലുള്ള വലിപ്പമായിരിക്കുന്നതിനാണ് ഉത്തമം. വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങൾ മുകളിലേക്ക് നിർമ്മിക്കുന്നതാണ് നല്ലത്. ഭൂമിക്ക് മുകളിൽ നിർമ്മിക്കുന്നത് കൊണ്ട് അവയുടെ ഉൾഭാഗം വൃത്തിയാക്കാനും എളുപ്പമാകും. മണ്ണ് സംരക്ഷണം. മണ്ണ് സംരക്ഷണം കൃഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കൃഷിഭൂമി തട്ടുകളായി തിരിച്ചോ ബണ്ടുകളാക്കിയോ ആണ് മണ്ണ് സംരക്ഷിച്ചിരിക്കുന്നത്. വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതും പുല്ല് നട്ടുവളർത്തുന്നതും ഒരു പരിധിവരെ മണ്ണ് സംരക്ഷണത്തിന് സഹായിക്കുന്ന പ്രവൃത്തികളാണ്. മണ്ണ് സംരക്ഷണത്തിലെ നൂതന സംവിധാനമായ കയറ്റുപായ രീതിയെക്കുറിച്ച് നമുക്ക് നോക്കാം. കയറ്റുപായകൾ ഉപയോഗിച്ചുള്ള മണ്ണ് സംരക്ഷണം. ഭൂമിയെ പുതപ്പിക്കുന്ന കയറ്റുപായകളായാണ് മണ്ണ് സംരക്ഷണത്തിനും ജലസംരക്ഷണത്തിനുമുള്ള നൂതന മാർഗമായി മാറിയിരിക്കുന്നത്. വളക്കൂറുള്ള മേൽമണ്ണ് ഒഴുകിപ്പോകാതെ സംരക്ഷിക്കുക വഴി ഇവ മണ്ണിന്റെ ജീവനും സമ്പുഷ്ടിയും കാത്തുരക്ഷിക്കുന്നു.
ഭൂവസ്ത്രം എന്നറിയപ്പെടുന്ന ഇത്തരം കയറ്റുപായകൾക്ക് ഏറ്റവും ഉപയോഗം വരാവുന്നത് കുത്തനെ ചരിഞ്ഞ സ്ഥലങ്ങളിൽ കൃഷി ഇറക്കുമ്പോഴും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ റോഡുകളും റെയിൽപാതകളും നിർമ്മിക്കുമ്പോഴുമാണ്. കയ്യാല കെട്ടാതെ തന്നെ കുത്തനെ ചരിവുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ ഇങ്ങനെ സാധിക്കുന്നു. കയറിന്റെ ജലാകരണ ശേഷി കാരണം മണ്ണിന്റെ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. വേനൽക്കാലത്ത് 2 നനകൾക്കിടയിലുള്ള ദൈർഘ്യം കൂട്ടി ജലസേചന ചെലവ് കുറയ്ക്കാം എന്നതും ഈ രീതിയുടെ മെച്ചമാണ്. സാധാരണയായി തുണി നെയ്യുന്ന രീതിയിൽ ഊടും പാവുമായി നെയ്തെടുത്ത കയർ തുണിയാണ് ഇത്തരം കയറ്റുപായകൾ. നൂലുകൾക്ക് പകരം കയർ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രം. കയറ്റുപായ വിരിക്കേണ്ട സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ് പായയുടെ ഇഴയടുപ്പം നിശ്ചയിക്കേണ്ടത്. ഇതിനകം പുല്ലോ മറ്റ് സസ്യങ്ങളോ വളർത്തിയെടുത്ത് ആ പ്രദേശത്തെ മണ്ണൊലിപ്പിൽ നിന്നും സ്ഥിരമായി സംരക്ഷിക്കുന്നതിനും സാധിക്കും. കയറിനൊപ്പം രാസവസ്തുക്കളോ സംരക്ഷണ വസ്തുക്കളോ ചേർക്കാതെ തയ്യാറാക്കുന്നതിനാൽ പൂർണ്ണമായും ജൈവ സ്വഭാവം കാത്തുസൂക്ഷിച്ചിരിക്കുന്നു എന്ന മെച്ചവും ഇതിനുണ്ട്. ചരിവുള്ള ഏത് സ്ഥലത്തും കയറ്റുപായകൾ വിരിക്കാം. ഇതിനായി ആദ്യം സ്ഥലം ചെറുതായി നിരപ്പാക്കുകയാണ് വേണ്ടത്. ഏത് ആകൃതിയാണോ സ്ഥലത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ നിരപ്പാക്കുവാൻ ശ്രമിക്കണം. പുല്ല് മാത്രം വളർന്നാൽ മതിയെങ്കിൽ 1 ചതുരശ്ര മീറ്ററിൽ 10 ഗ്രാം എന്ന തോതിൽ പുൽവിത്ത് വിതയ്ക്കുക. മറ്റെന്തെങ്കിലും മരങ്ങളാണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനായി കുഴികൾ എടുത്തു മൂടി അവയുടെ മധ്യഭാഗം കമ്പ് നാട്ടി സൂചിപ്പിക്കുക. ഇളകി കിടക്കുന്ന മണ്ണുണ്ടെങ്കിൽ അത് നന്നായി ഉറപ്പിക്കുക. ഇതിനുശേഷം ചരിവിനനുസരിച്ച് കയറ്റുപായ ചുരുൾ നിവർത്തി വിരിക്കുക. 2 കഷ്ണങ്ങൾ തമ്മിൽ ചേരുന്ന ഭാഗത്ത് ഒന്ന് മറ്റൊന്നിനുമേൽ 15 സെന്റിമീറ്റർ കയറി കിടക്കണം. ഏറ്റവും മുകൾ ഭാഗവും ചുവടുഭാഗവും 30 സെന്റിമീറ്റർ താഴ്ചയിൽ മണ്ണിനടിയിൽ കുഴിച്ചിടുക. ഭൂമിയുടെ ചരിവനുസരിച്ച് 30 മുതൽ 60 സെന്റിമീറ്റർ അകലത്തിൽ ആണികൾ തറച്ച് കയറ്റുപായ മണ്ണിൽ നന്നായി ഉറപ്പിക്കുക. 2 അടിയോളം നീളമുള്ള പ്രത്യേക ഇനം ഇരുമ്പാണികളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇത്തരം ആണികളുടെ ഒരറ്റം കൂർത്തും മറ്റേ അറ്റം വളഞ്ഞുമാണിരിക്കുന്നത്. പുല്ലാണ് നടുന്നതെങ്കിൽ പായയുടെ മേൽ ഒരിക്കൽ കൂടി പുൽവിത്ത് പാകുക. ചതുരശ്ര മീറ്ററിന് 10 ഗ്രാം വിത്ത് മതിയാകും. മറ്റു മരങ്ങളാണെങ്കിൽ നേരത്തെ തയ്യാറാക്കിയ കുഴിയുടെ മധ്യത്തിൽ തൈ നടുക. മരം വളർന്നു വ്യാപിച്ചുകൊള്ളും. ആവശ്യത്തിനനുസരണം ഈ സ്ഥലം നനച്ചു കൊടുക്കുക. അങ്ങനെ രൂക്ഷമായി മണ്ണൊലിപ്പുള്ള സ്ഥലങ്ങളെ സ്വാഭാവികമായ ഉറപ്പുള്ള സ്ഥലമായി മാറ്റിയെടുക്കുവാൻ സാധിക്കും. അടുത്തതായി തിരുത കൃഷിയെക്കുറിച്ച് നോക്കാം. മുകിൽ സഫാലസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു മത്സ്യമാണ് തിരുത. ഓരൂ ജലാശയങ്ങളായ ചെമ്മീൻ കെട്ടുകൾ, പൊക്കാളിപ്പാടങ്ങൾ, കായൽ ജലം, കയറിയിറങ്ങുന്ന കുളങ്ങൾ എന്നിവയാണ് തിരുത കൃഷിക്ക് അനുയോജ്യം. തിരുത കൃഷി കാലങ്ങളായി കർഷകർ ചെയ്തു വരുന്ന ഒന്നാണെങ്കിലും വളരെ ചെറുതെന്ന് കരുതുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്നതും ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കാത്തതും ഉൽപാദനം കുറയുന്നതിന് കാരണമാകുന്നുണ്ട്. എന്നാൽ കരുതലോടെ ശാസ്ത്രീയ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ തിരുത കൃഷി ലാഭകരമായിരിക്കും. തിരുത കൃഷി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കർഷകർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം കുഞ്ഞുങ്ങളുടെ ലഭ്യതയെക്കുറിച്ചാണ്. കുഞ്ഞുങ്ങളുടെ ലഭ്യത. തിരുതക്കുഞ്ഞുങ്ങളുടെ ഹാച്ചറികളിലുള്ള വിത്തുൽപാദനം ദേശീയ കാർഷിക ഗവേഷണ കൗൺസിലിന് കീഴിൽ ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഓരോ ജലമത്സ്യ കൃഷി ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന തലത്തിലേക്ക് ഈ സാങ്കേതിക വിദ്യ ഇനിയും വളരേണ്ടതുണ്ട്. കടലിൽ നിന്നും പിടിച്ചെടുക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചാണ് നിലവിൽ തിരുത കൃഷി ചെയ്യുന്നത്. ഓരോ കുഞ്ഞിന് ശരാശരി 10 രൂപയോളം വില വരും. കൃഷി ചെയ്യേണ്ട സമയം ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് തിരുത കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത് എന്നതിനാൽ ഈ സമയം മത്സ്യകൃഷി ആരംഭിക്കുവാൻ കഴിയുന്ന കൃഷിയിടങ്ങളിൽ ആണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുവാൻ സാധിക്കുക. ഇനി ഈ സമയങ്ങളിൽ കൃഷിയിടം തയ്യാറായിട്ടില്ലെങ്കിൽ കൃഷിയിടത്തിൽ തന്നെ ചെറിയ നഴ്സറി കുളങ്ങൾ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ പ്രത്യേകം പരിപാലിച്ച ശേഷം കൃഷിയിടം തയ്യാറാവുന്ന സമയത്ത് അവിടങ്ങളിലേക്ക് മാറ്റി കൃഷി ചെയ്യുന്ന രീതി പരിഗണിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങളുടെ പരിപാലനം. കടലിൽ നിന്നും പിടിച്ചെടുക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ ചെറുതായതിനാൽ അവയെ ഉടൻ തന്നെ കൃഷിക്കായി ഉപയോഗിക്കാൻ കഴിയില്ല. അവയ്ക്ക് പ്രത്യേക പരിചരണം നൽകി വിരൽ വലിപ്പമെങ്കിലും ആക്കേണ്ടതുണ്ട്. അതിനായി പ്രത്യേകം തയ്യാറാക്കിയ ഹാപ്പ നെറ്റുകൾ ഉപയോഗിക്കണം. 6 അടി നീളവും 4 അടി വീതിയും 4 അടി ഉയരവുമുള്ള ഒരു ഹാപ്പ നെറ്റിൽ 250 കുഞ്ഞുങ്ങളെ വരെ പരിപാലിക്കാനായി നിക്ഷേപിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങളെ ഓക്സിജൻ നിറച്ച കവറുകളിൽ മാത്രം കൊണ്ടുപോവുകയും പുതിയ ജലത്തിലേക്ക് പെട്ടെന്ന് തന്നെ തുറന്നു വിടാതെ കുറച്ചു സമയം കവറുകൾ ജലത്തിൽ വെച്ച ശേഷം കുളത്തിലെ ജലം സാവകാശം കവറുകളിലേക്ക് ഒഴിച്ച് പുതിയ ജലവുമായി താതാത്മ്യം പ്രാപിച്ച ശേഷം മാത്രം തുറന്നുവിടുക. ഹാപ്പ നെറ്റുകളിൽ നിക്ഷേപിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദിവസം 5 നേരം എന്ന ക്രമത്തിൽ പൊടി രൂപത്തിലുള്ള തീറ്റ നൽകണം. ഈ തീറ്റയിൽ 40% മാംസ്യവും 8% കൊഴുപ്പും അടങ്ങിയിരിക്കണം. ഹാപ്പ നെറ്റുകളുടെ കണ്ണി വലിപ്പം കുറവായതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ചെളിയും പ്ലവകങ്ങളും
മറ്റും അടിഞ്ഞുകൂടി അവ അടയുകയും ജലത്തിന്റെ സ്വാതന്ത്ര്യമായ ഒഴുക്കിനെ തടയുകയും ചെയ്യും. ഇത് മീനുകളുടെ വളർച്ചയെ മുരടിപ്പിക്കും. അതിനാൽ ആഴ്ചയിൽ ഒരിക്കൽ മീൻ കുഞ്ഞുങ്ങളെ പുതിയ ഹാർപ്പ നെറ്റുകളിലേക്ക് മാറ്റേണ്ടതാണ്. ഇത്തരത്തിൽ 1 മാസത്തെ പരിപാലനം കൊണ്ട് തന്നെ തുരിത കുഞ്ഞുങ്ങൾ വിരവലുപ്പത്തിലേക്ക് വളരും. തുടർന്ന് അവയെ കുളത്തിലേക്ക് തുറന്നുവിടാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കുളം ഒരുക്കൽ. കൃഷി ആരംഭിക്കുന്നതിന് മുൻപ് കുളങ്ങൾ ശാസ്ത്രീയമായി ഒരുക്കേണ്ടതാണ്. കുളത്തിന്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ ചെളി പ്രത്യേകം പമ്പ് ഉപയോഗിച്ചോ കോരിയെടുത്തോ പൂർണ്ണമായും മാറ്റണം. ഈ ചെളിയിൽ അമോണിയ, ഹൈഡ്രജൻ സൾഫൈഡ് എന്നിവയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നതിലാണിത്. വെള്ളം വറ്റിച്ച് ഉണക്കുവാൻ കഴിയുന്ന കുളങ്ങൾ ആണെങ്കിൽ പരിപൂർണമായും വറ്റിച്ച് ഉണക്കിയാൽ കളമത്സ്യങ്ങളും കളസസ്യങ്ങളും മുഴുവനായും നശിച്ചു പോകുന്നതാണ്. എന്നാൽ എല്ലാ കുളങ്ങളും ഇത്തരത്തിൽ പരിപൂർണമായി വറ്റിച്ചുണക്കാൻ സാധിക്കുന്നവയല്ല. ഇത്തരത്തിലുള്ള കുളങ്ങളിലെ കളമത്സ്യങ്ങളെ ജൈവ കളനിർമ്മാർജ്ജനയായ ടീ സീഡ് കേക്ക് പൊടി ഉപയോഗിച്ച് നശിപ്പിക്കേണ്ടതാണ്. ടീ സീഡ് കേക്ക് പൊടി 1 സെന്റിന് 200 ഗ്രാം എന്ന തോതിൽ ഉപയോഗിക്കുന്നതിന് 12 മണിക്കൂർ മുൻപ് വെള്ളത്തിൽ കുതിർത്തണം. ഇത്തരത്തിൽ കുതിർക്കാനിടുമ്പോൾ 10ൽ 1 ഭാഗം എന്ന കണക്കിൽ കല്ലുപ്പ് കൂടി ഇടണം. കുളത്തിലെ വെള്ളത്തിന്റെ ആഴം 10 സെന്റിമീറ്ററിൽ താഴെ ആക്കിയ ശേഷം രാവിലെ 11 മണിയോടെ ടീ സീഡ് കേക്ക് പൊടി പിരിഞ്ഞെടുത്ത ചാർ ജലത്തിൽ എല്ലാ ഭാഗങ്ങളിലും വീഴ്ത്തക്ക രീതിയിൽ തളിക്കണം. വെള്ളത്തിൽ ടീ സീഡ് കലങ്ങി അരമണിക്കൂറിനുള്ളിൽ തന്നെ കളമത്സ്യങ്ങൾ ചത്തു തുടങ്ങും. ചത്തവയെ വലകൾ ഉപയോഗിച്ച് കോരിക്കളയണം. കുളങ്ങളിലെ വളപ്രയോഗം. കുളങ്ങളിലെ പ്ലവകങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് വളപ്രയോഗം അത്യന്താപേക്ഷിതമാണ്. 1 സെന്റ് കുളത്തിൽ 1 കിലോഗ്രാം ഡോളമൈറ്റ്, 5 കിലോഗ്രാം ഉണക്ക ചണകം, 3000 ഗ്രാം കപ്പലണ്ടി പിണ്ണാക്ക്, 50 ഗ്രാം യൂറിയ എന്നിവയാണ് ചേർക്കേണ്ടത്. വളപ്രയോഗം നടത്തി 5 ദിവസത്തിനുള്ളിൽ തന്നെ പ്ലവകങ്ങൾ വളർന്ന് ജലത്തിലെ നിറം പച്ചയായി മാറുന്നതാണ്. അതിനുശേഷം മാത്രമേ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുവാൻ പാടുള്ളൂ. കുഞ്ഞുങ്ങളെ തുറന്നുവിട്ടതിനു ശേഷം ദിവസത്തിൽ 2 നേരം എന്ന ക്രമത്തിൽ തീറ്റ നൽകണം. വിളവെടുപ്പും വിപണനവും. ഇത്തരത്തിൽ 10 മാസത്തെ പരിപാലനം കൊണ്ട് തിരുത മത്സ്യങ്ങൾക്ക് ശരാശരി 300 ഗ്രാമിന് മുകളിൽ വളർച്ചയുണ്ടാകും. ഇവയെ പിടിച്ചു വിൽക്കാമെങ്കിൽ 5 മാസം കൂടി വളർത്തുവാൻ കഴിഞ്ഞാൽ വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ള 500 ഗ്രാമിന് മുകളിൽ വളർച്ചയെത്തുന്നതാണ്. ഉടക്കുവലകൾ ഉപയോഗിച്ച് ആവശ്യാനുസരണം പിടിച്ചെടുത്ത് ഉപഭോക്താക്കൾക്ക് നേരിട്ട് നൽകുവാൻ കഴിഞ്ഞാൽ ലാഭകരമായി കൃഷി ചെയ്യാൻ കഴിയുന്ന മത്സ്യമാണ് തിരുത. വിളവെടുപ്പ് വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് നടത്തുകയാണെങ്കിൽ വിപണനവും എളുപ്പമാവും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം.